എൻ്റെ പേര് സൗമ്യ ബിബിൻ. ഞാൻ കോട്ടയം ജില്ലയിലെ ഉഴവൂർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 മെയ് 27 ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് 2021 മുതൽ ഞാൻ OET ഞാനൊരു നേഴ്സാണ്, സൗദിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ 2021 മുതൽ ഒരു OET ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ പ്രാവശ്യം ഞാൻ OET എഴുതി, അതെനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ഡേറ്റ് എടുക്കാനായിട്ടും എക്സാം എഴുതാനായിട്ടും ഒക്കെ നോക്കുന്നു. പക്ഷേ ഓരോരോ തടസ്സങ്ങൾ കാരണം എനിക്ക് OETയുടെ ഡേറ്റ് എടുക്കാനോ അങ്ങനെ എക്സാം എഴുതാനോ സാധിക്കുന്നില്ല. പക്ഷേ ഞാൻ ഓൺലൈനിൽ OET പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ഓരോ സമയം കിട്ടുമ്പോഴും ആരോടെങ്കിലും ചോദിച്ച് ഡേറ്റ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഓരോരോ തടസ്സങ്ങൾ, ചിലപ്പോൾ പൈസ റെഡി ആകുമ്പോൾ ഡേറ്റ് കിട്ടത്തില്ല, ഡേറ്റ് കിട്ടുമ്പോൾ നമ്മുടെ ഈ പൈസ ഉണ്ടാകത്തില്ല. അങ്ങനെ പല പല തടസ്സങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു ചേട്ടൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞു 2020 ജോലിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ആ ചേട്ടൻ പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക. ആ ചേട്ടനാണെങ്കിൽ ഓൾറെഡി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഒത്തിരി അനുഗ്രഹങ്ങൾ ആ ചേട്ടന് ലഭിച്ചതായിരുന്നു. അപ്പം ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ പോയി ഉടമ്പടി എടുക്കുക, അപ്പം നിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഒരു തീരുമാനമാകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, എനിക്ക് ഉടമ്പടി എനിക്ക് മാതാവ് വിശ്വാസമുണ്ട്, പക്ഷേ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഡെലിവറി ആയി കിടക്കുമായിരുന്നു, അപ്പോൾ കുഞ്ഞുണ്ട്, അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ഒരു തോന്നലായിരുന്നു എൻ്റെ മനസ്സിൽ. വീണ്ടും ഞാൻ OETക്ക് ഓൺലൈനായിട്ട് പഠിച്ചു പോകുന്നു. വീണ്ടും ഞാൻ എക്സാം എടുക്കാനും ഒരു സ്ഥലത്ത് പോയി പഠിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളാണെങ്കിലും എന്ത് തീരുമാനം എടുക്കുമ്പോഴും അതിന് മുമ്പിലൊരു വലിയ വൻമതിൽ പോലെ ഒരു തടസ്സം വന്ന് നിൽക്കുന്നു, എനിക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പോകും. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. മെയ് 27 2022 ഉടമ്പടി എടുത്തപ്പം ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് ഈ വർഷം എത്രയും പെട്ടെന്ന് എക്സാമിൻ്റെ ഡേറ്റ് എടുത്ത് എക്സാം എവിടെയെങ്കിലും പോയി ഒരു മാസം പഠിച്ച് ഡേറ്റ് എടുത്ത് എക്സാം എഴുതി പാസ്സായി 2022 എനിക്ക് എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഇവിടുന്ന് പോയി കഴിഞ്ഞ് ഞാൻ ഓഗസ്റ്റ് 27 എൻ്റെ ഉടമ്പടി തീരുമായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഡേറ്റ് എടുക്കണമെന്ന് തീരുമാനിച്ചെങ്കിലും എനിക്ക് ഡേറ്റ് കിട്ടിയില്ല. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഡേറ്റ് എടുക്കണം. അപ്പം സെപ്റ്റംബർ 2 ഒരു ഡേറ്റ് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സെപ്റ്റംബർ 2 എൻ്റെ ഡേറ്റ്, എനിക്ക് എക്സാമുള്ള ഡേറ്റ് എനിക്ക് അനുവദിച്ചതാണെങ്കിൽ മാതാവ് എനിക്കൊന്ന് കാണിച്ചു തരണം. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ 3 പേപ്പറിനകത്ത് എഴുതി yes or no 3 പ്രാവശ്യം മാതാവിൻ്റെ മുമ്പിലിട്ടു. അപ്പോൾ 2 പ്രാവശ്യം എനിക്ക് yes എന്ന് വന്നു. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 2 ഡേറ്റ് എടുത്തു. അപ്പം ഓഗസ്റ്റ് 1 തൊട്ട് ഓഗസ്റ്റ് 30 വരെ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു. അപ്പം ഞാൻ 2022 ഏപ്രിൽ എക്സാം എഴുതിയെങ്കിലും പിന്നെ ഞാൻ എഴുതുന്നത് 2023 സെപ്റ്റംബറിലാണ്. അപ്പോൾ എനിക്ക് അത്രയും വർഷത്തെ ഗ്യാപ്പുണ്ട്. അത്രയും വർഷം OETയുടെ നിന്ന് ടച്ച് വിട്ടുപോയി. ഞാൻ ഓൺലൈനിൽ പഠിക്കുന്നുണ്ടെങ്കിലും പോലും എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചപ്പോൾ അവരുടെ അപ്പം എത്താൻ പറ്റുന്നില്ല. എല്ലാവർക്കും അറിയാം, B ഗ്രേഡ് എന്ന് പറയുന്നത് 30 മാർക്കിന് കൂടുതൽ വേണം. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് എല്ലാ പിള്ളേർക്കും 30 മാർക്കും 31 അങ്ങനെയാണ് കിട്ടുന്നത്. എനിക്ക് എപ്പോഴും 25-27 മാർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ദൈവം അനുഗ്രഹിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കോൺഫിഡൻസ് എടുത്ത് കളയും. അപ്പം ഞാൻ ഓർത്ത്, ദൈവം എന്നെ അനുഗ്രഹിക്കുകയായിരിക്കും. അങ്ങനെ ഞാനിങ്ങനെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ സെപ്റ്റംബർ 2 എന്നാലും എനിക്ക് എപ്പോഴും 27-28 മാർക്കാണ്. ഒരിക്കൽ പോലും എനിക്ക് 30 മാർക്ക് കിട്ടിയിട്ടില്ല. വളരെ റെയറായിട്ട് മാത്രമേ 30 കിട്ടിയിട്ടുള്ളൂ. എങ്കിലും സെപ്റ്റംബർ 2 ഞാൻ മാതാവിനെ പ്രതീക്ഷിച്ച് എക്സാം എഴുതാൻ പോയി. എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ഏതായാലും OET പാസ്സാകത്തില്ല, ഞാൻ മാതാവിൻ്റെ കാര്യങ്ങളിലേക്ക് തരുവാണ്, മാതാവ് എന്നെ പാസ്സാക്കണം. അങ്ങനെ ഞാൻ കയറി. ലിസണിങ് എല്ലാവർക്കും അറിയാം, ആദ്യം 24 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളത് ആദ്യം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് എഴുതാൻ കിട്ടി. റീഡിങ് ആയപ്പോഴത്തേനും 20 ക്വസ്റ്റ്യൻ 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യണം. അപ്പം എനിക്ക് 18 ക്വസ്റ്റ്യനേ ചെയ്യാൻ പറ്റിയത്തുള്ളൂ. അപ്പോഴത്തേനും എൻ്റെ സമയം തീർന്നു പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. 20 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടും ആൾക്കാർ ജയിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ, ഞാൻ ഇത്രയും എളുപ്പമായിരുന്നു റീഡിങ് പൊതുവെ, എന്നിട്ടും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായപ്പോൾ ഞാൻ മാതാവിനോട്, അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ കാശുരൂപം ഉണ്ടായിരുന്നു, അത് ഞാൻ മുറുക്കെ പിടിച്ചു.
അപ്പം മാതാവിനോട് അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ചിലപ്പോൾ മാതാവിൻ്റെ തീരുമാനമായിരിക്കും എനിക്ക് 18 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് അത് കഴിയുമ്പോഴത്തേനും എന്നെ ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എൻ്റെ കഴിവുകൊണ്ട് പാസ്സാകത്തില്ലെന്ന്. അങ്ങനെ അപ്പം എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻസ് വന്നു. ഞാൻ അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്തു. സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ 6 പേര് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 6 പേര് ഒരുമിച്ചാണ് ഞങ്ങൾ OET എഴുതാൻ പോയത്. അവർക്കെല്ലാം കിട്ടിയതിലും എളുപ്പമായിട്ടൊരു സ്പീക്കിംഗ് ടോപ്പിക് എനിക്ക് മാതാവ് തന്നു. അത് ഞാൻ നല്ല കോൺഫിഡൻസോടുകൂടി എനിക്ക് പറയാനായിട്ട് സാധിച്ചു. അങ്ങനെ എക്സാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ 16 ദിവസം കഴിഞ്ഞാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ടെൻഷനും ഇതുമായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ എന്നാലും എനിക്ക് ഈ OET ഞാൻ പാസ്സാകുമെന്നുള്ളത് എനിക്കൊരു അടയാളം മാതാവ് കാണിച്ചു തന്നെ ദയവായിട്ട് എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉടമ്പടി പ്രാർത്ഥന വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ചെല്ലുമ്പം മാതാവ് എന്നെ കാണിച്ചു തരുവാണ്. ഞാൻ ഈ കൃപാസന തിരുസന്നിധി വന്ന് സാക്ഷ്യം പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടത്തിൽ വന്ന് സാക്ഷ്യം പറയുന്നത് മാതാവ് എന്നെ കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ OET പാസ്സാകും, മാതാവ് എൻ്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പിന്നെ ഇവിടുത്തെ ഉടമ്പടി പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. കൃപാസന പത്രം കൊടുക്കുക, കുമ്പസാരിക്കുക, അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുക, പാവപ്പെട്ടവരെ എന്നെ കഴിയാവുന്ന വിധത്തിൽ എൻ്റെ അടുത്ത് വരുന്നവരെയൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ സെപ്റ്റംബർ 18-ാം തീയതി ആണ് എൻ്റെ റിസൾട്ട് വരുന്നത്. ഈ ഒരു 16-ാം തീയതി ആയപ്പോഴും വീണ്ടും ടെൻഷനായി, മാതാവേ ഞാൻ ജയിക്കുമോ അങ്ങനെ ഭയങ്കര ടെൻഷനായി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വീണ്ടും മാതാവിനോട് പറഞ്ഞു, മാതാവേ ഒരു പ്രാവശ്യം കൂടെ എന്നെ ഒന്ന് കാണിച്ചു തരണം, എൻ്റെ കോൺഫിഡൻസ് കുറവ് കൊണ്ടാണ്, ഒന്നും തോന്നരുത് എന്ന് പറഞ്ഞു. അപ്പം മാതാവ് എന്നെ കാണിച്ചു തന്നു. പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പം മാതാവിൻ്റെ കയ്യിലൊരു വെള്ള ബോർഡ്, അതിനകത്ത് OET പാസ് എന്ന് എഴുതി എന്നെ കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി ഉറപ്പായി. പിന്നെ എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. സെപ്റ്റംബർ 18-ാം തീയതി 12 മണിക്കാണ് റിസൾട്ട് വരുന്നത്. ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്, കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് വേറെ ആരെങ്കിലും ഒന്ന് നോക്കിയിട്ട് എനിക്കൊന്ന് എൻ്റെ റിസൾട്ട് വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ച ഒരു ടീച്ചർ എൻ്റെ റിസൾട്ട് വിളിച്ച് പറഞ്ഞു, സൗമ്യ നീ ഇത്രയും നേരമായിട്ട് OETയുടെ റിസൾട്ട് നോക്കിയില്ലേ, നീ പാസ്സാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതാ അയർലൻഡ് സ്കോറാണോ അതോ ക്ലബിംഗ് സ്കോറേ ഉള്ളോ ടീച്ചറേന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല നിനക്ക് ഫുൾ B ഉണ്ട് എന്ന് പറഞ്ഞ് മാതാവ് പറഞ്ഞു. പിന്നെ ഞാനത് OETയിൽ ലോഗിൻ ചെയ്ത് നോക്കിയപ്പം മാതാവ് എനിക്ക് ഫുൾ B ഗ്രേഡ് തന്ന് UK സ്കോർ തന്ന് അനുഗ്രഹിച്ചു. അതിനുശേഷം പേപ്പർ വർക്കുകളാണെങ്കിൽ പോലും അതിനുശേഷം ഒരു പേപ്പർ വർക്കുകൾ നടക്കുവാണ് UKയ്ക്കുള്ളത്. അപ്പം എൻ്റെ ഒരു രജിസ്ട്രേഷൻ്റെ പ്രോബ്ലം വന്നു. ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചിരുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് അവിടെ ഇപ്പം അവർ എൻ്റെ 5 ഇയർ വരെയാണ് ഒരു രജിസ്ട്രേഷൻ ഉള്ളത്. അപ്പോൾ എൻ്റെ 5 വർഷം കഴിഞ്ഞായിരുന്നു. അപ്പോൾ അത് റിന്യൂ ചെയ്യാൻ വേണ്ടി അതിപ്പം ബാംഗ്ലൂരത്തെ കാര്യം അവർ സ്റ്റിൽ വർക്കിംഗ് അവിടെ ബാംഗ്ലൂർ വർക്ക് ചെയ്തവർക്ക് മാത്രമേ ചെയ്തു കൊടുക്കുന്നുള്ളൂ. അപ്പം ഒരു ചാൻസും ഇല്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ ഈ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ UKയ്ക്കുള്ള പ്രോസസ്സിങ് നടക്കത്തുള്ളൂ. അപ്പോൾ ഇതിനായിട്ടുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗം കാണിച്ചു തരണം. അപ്പോൾ പെട്ടെന്ന് ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, സൗമ്യ ഇന്നടുത്ത് ഒരാളുണ്ട്, നീ ഒന്ന് വിളിച്ച് നോക്ക്, ചിലപ്പോൾ അയാൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ഞാൻ അയാളെ വിളിച്ച് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, പെട്ടെന്ന് നീ സർട്ടിഫിക്കറ്റ് എനിക്ക് കൊറിയർ അയച്ചതാ, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ രജിസ്ട്രേഷൻ എനിക്ക് ചെയ്ത് എൻ്റെ കൈ കിട്ടി. അങ്ങനെ ഞാൻ UK പ്രോസസ്സിങ് തുടങ്ങി. UK പ്രോസസ്സിങ് ആണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഒരു തടസ്സം കൂടാതെ മാതാവ് എനിക്ക് ആദ്യം തന്നെ നടത്തി തന്നു. എല്ലാവർക്കും അറിയാം CBT എക്സാം ഉണ്ട് UK പ്രോസസ്സിങ്ങിന്. ആ എക്സാം ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ 1 മാസം കൊണ്ട് എനിക്ക് എഴുതി പാസ്സാകാൻ സാധിച്ചു. പിന്നെ ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും ഞാൻ വേറെ ഒരു ഇൻ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല. ആദ്യം എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു. ഞാൻ ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടി. ഇൻ്റർവ്യൂവിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് അവർ പറയുന്നത് എല്ലാം അറിയാമല്ലോ, ഇംഗ്ലീഷുകാരാണ്, അവർ പറയുന്നത് മനസ്സിലാക്കാനുള്ള കൃപ തരണേ, എല്ലാം മാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്, എനിക്ക് ഇൻ്റർവ്യൂ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ നല്ല കോൺഫിഡൻ്റായി അറ്റൻഡ് ചെയ്ത് എനിക്ക് ആദ്യ
ഇതിൽ തന്നെ സെലക്ഷൻ കിട്ടി. പിന്നെ പ്രോസസ്സിങ് എല്ലാം ഒരു തടസ്സവും കൂടാതെ എല്ലാ കാര്യങ്ങളും ഒരാൾ എൻ്റെ കൂടത്തിൽ നിന്ന് ചെയ്തു തരുന്നത് പോലെ എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് നടത്തി തന്നു. അതുപോലെ തന്നെ ഈ നവംബർ ഈ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഡിസംബർ 31, 2022 ഒന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അനുഗ്രഹം തരണം, അല്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് പോകാനുള്ള അനുഗ്രഹം തരണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. മാതാവ് ഡിസംബർ 20 എൻ്റെ കയ്യിൽ എനിക്ക് ടിക്കറ്റ് തന്നു. അടുത്ത ബുധനാഴ്ച, അതായത് ജാനുവരി 10 ഞാൻ UK പോവുകയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അതുപോലെ തന്നെ ഈ ഉടമ്പടി പ്രകാരമുള്ള എല്ലാ കാരുണ്യ പ്രവർത്തികളും ഞാൻ എന്നെ പറ്റുന്ന രീതിയിൽ പാലിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് കൃപാസന പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ, എന്നോട് ദുഃഖങ്ങൾ പറയുന്നവരോടൊക്കെ ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് പറയുമായിരുന്നു. പിന്നെ ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ പോയി അവരെ സഹായിക്കും. പിന്നെ എന്നെ പറ്റാവുന്ന രീതിയിൽ പാവപ്പെട്ടവർക്കൊക്കെ എന്നെ പറ്റാവുന്ന രീതിയിൽ ഞാൻ ധനസഹായം ചെയ്യുമായിരുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് മാതാവ് എന്നെ ദൈവം അനുഗ്രഹിച്ചു. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. വിശുദ്ധ ഗ്രന്ഥത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 3-ാം തിരുവചനമാണ്. നമ്മുടെ കയ്യിൽ യാതൊന്നും നമുക്ക് മേന്മയായിട്ടില്ലാത്തപ്പോൾ ഉടമ്പടി എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൃപകളായി വർഷിക്കപ്പെടുന്നതിന് ചാനലാകുന്നത് എന്നുള്ളതാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാവുക. ഈ മകൾക്ക് ഒത്തിരിയേറെ കുറവുകളാണ്, അതായത് തനിക്ക് തടസ്സങ്ങളായിട്ട് പലതും ഉണ്ടായിരുന്നു. തൻ്റെ ഗ്യാപ്പ് OET എഴുതുന്നതിന് വേണ്ടിയിട്ട് റിസൈൻ ചെയ്ത് പിന്നീട് ജോലി ഇല്ലാതെയൊക്കെ നിന്ന ആ ഗ്യാപ്പ്, അതുപോലെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ യാതൊരു നിവൃത്തിയുമില്ല. അവിടെ പഠിച്ച ആ സ്റ്റേറ്റിൽ പഠിച്ചവർക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു. അത് കിട്ടിയില്ലെങ്കിൽ പിന്നീട് തൻ്റെ IELTS OET പാസ്സായത് തന്നെ പിന്നീട് വെറുതെ പ്രയോജനമില്ലാതെയാകും. അപ്പോൾ അങ്ങനെയാണ് ഏജൻസികൾ, ഒരു 3-4 ഏജൻസിയെ സമീപിച്ചപ്പോഴൊക്കെ അവരങ്ങനെയാണ് പറഞ്ഞത്. പിന്നീട് എങ്ങനെയാണ് അമ്മയോട് കാര്യങ്ങൾ പറയുമ്പോൾ അമ്മ ഒരു വ്യക്തിയെ ഏർപ്പാടാക്കി കൊടുക്കുകയും പിന്നീട് ഉടമ്പടിയിൽ അമ്മയോട് തന്നെ പറഞ്ഞു എന്നാണ് പറയുക, അമ്മ എനിക്ക് അറിയില്ല ഏത് രീതിയിലാണ് എൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുക എന്ന്, അമ്മയ്ക്കെല്ലാം അറിയാം. അങ്ങനെ അടുത്ത ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് പറയണമെങ്കിൽ, കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റണമെങ്കിൽ തീർച്ചയായും അതിന് നമുക്കൊരു വ്യക്തിപരമായ ബന്ധം വേണം. അതാണ് ഉടമ്പടി നിബന്ധനകളിലൂടെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമായിട്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ OET പാസ്സാവുകയും അതുപോലെ തനിക്ക് UK സ്കോർ കിട്ടി പോകുവാൻ പറ്റും എന്നുള്ളതൊന്നും ഈ മകൾക്ക് ഒരു അല്പം പോലും തൻ്റെ മെറിറ്റിലല്ല. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത്, നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, അവിടുന്ന് അത് ഫലമണിയിക്കും എന്നുള്ളത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.